Watch full episodes on Jio Hotstar. എന്റെ മാഡം നിങ്ങളുടെ മോൻ വെറുതെ ആവശ്യമില്ലാണ്ട് പേടിച്ചതാ. നിങ്ങളുടെ കാര്യം കൊണ്ട് വിശ്വസിക്കേ. ഇത്ര പേടി ഞങ്ങൾക്ക് സോംബിയെ കണ്ടിട്ട് പോലും തോന്നിയില്ല. അയ്യോ സോറി, ഞങ്ങൾ സോംബികളല്ല. പിന്നെ എന്തിനായിരുന്നു ആ ഗെറ്റപ്പ്? ഞങ്ങളുടെ ഈ ഫ്രണ്ടിനെ സോംബീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോവായിരുന്നു. അത് കൊള്ളാലോ. നിങ്ങളുടെ ജീവൻ പണയം വെച്ച് നിങ്ങളുടെ സുഹൃത്തിനെ രക്ഷിക്കാൻ നോക്കുന്നു. നിങ്ങളെ പോലുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും കിട്ടണം. പിന്നെ നിങ്ങളെ പോലെ ധൈര്യശാലിയായ ഒരു അമ്മയെ ഏത് കുട്ടിക്ക് കിട്ടിയാലും ഒറ്റയ്ക്ക് ഞങ്ങളോട് സോംബിയാണെന്ന് വിചാരിച്ച് ഏറ്റുമുട്ടിയില്ലേ? ഉണക്കമീൻ ഇവിടെ ഉണ്ടല്ലോ. അവനെ കെട്ടിയിട്. ചിക്കൻ ലോളിപോപ്പ്. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ലോൺലി ഐലൻഡിലേക്ക് പോകണം. മോട്ടോർ ബോട്ട് എവിടെന്നാ കിട്ടുക? സീ സൈഡിൽ ലൈനായി ബോട്ട് ഉണ്ടാവും. അതിൽ നീല കളർ ബോട്ട്. അവിടെ എന്റെ മകന്റെ ഫേസ് ഫ്രണ്ട്സ് ഉണ്ട്. അത് എടുത്തോണ്ട് പൊക്കോളൂ. ഡോക്ടർ ജഡ്ക, ഞങ്ങൾക്ക് ഗസീറ്റ റാമിനെ കിട്ടി. പുറത്ത് വെയിറ്റ് ചെയ്തോളൂ, ഞങ്ങളിത് എത്തിക്കഴിഞ്ഞു. അയ്യോ എന്നൊന്നും ചെയ്യല്ലേ. പറയുന്നത് കേക്ക്. അയ്യോ രക്ഷിക്കണേ. അയ്യോ എന്നെ നല്ലല്ലേ. ഞാൻ നിങ്ങളുടെ ബോസാണ്. എന്റെ അമ്മോ, അവരെ എങ്ങനെ പ്രശംസിക്കുന്ന എനിക്ക് അറിയില്ല. നിങ്ങൾ മനുഷ്യരാണെങ്കിൽ അവര് ആകാശമാണ്. നിങ്ങൾ കാറ്റാണെങ്കിൽ അവർ ചുഴലിക്കാറ്റാണ്. നിങ്ങൾ നദിയാണെങ്കിൽ അവരൊരു കടലാണല്ലോ. അവർ ആകാശമാണ്, അവർ ചുഴൽക്കാറ്റാണ്, അവരൊരു കടലാണ്. നിന്റെ വായടച്ച് മിണ്ടാതിരിക്കാൻ ഞാൻ എത്ര പ്രാവശ്യമായിട്ട് നിന്നോട് പറയുന്നു. എന്റെ അമ്മോ, ആ മോട്ടോന്ന് ശബ്ദിച്ചാലുണ്ടല്ലോ ആകാശത്തിൽ ഇടി വെട്ടും കേട്ടോ. ഓക്കേ എന്റെ അമ്മോ, വണ്ടി ഒന്ന് സൂക്ഷിച്ചോടിക്കടാ. കാര്യം പോകാടാ. വാ ഇറങ്ങ്, മോട്ടോർ ബോട്ടിന്റെ അടുത്തേക്ക് പോകാം. എവിടെ പോയി? ആ ബ്ലൂ കളർ ബോട്ട് എവിടെയാണ്? എവിടെ നിൽക്കുന്നുണ്ട്? എന്റെ ചങ്ങേന്റെ ബ്രോന്റെ വായാതെ അടക്ക്. എല്ലാരെയും വിളിക്കുകയാണ്. വേഗം വരൂ, അവരൊക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ രക്ഷപ്പെടാം. ഒന്ന് ഗസീറ്റയുടെ വായ അടക്കുന്നേ. ഇപ്പൊ ഞാൻ റെഡിയാക്കാൻ പോണ ആന്റിട്ടോ. ആദ്യം തൊട്ട് എത്ര കഷ്ടപ്പെട്ടാലും ഇതുവരെ എങ്ങനെയോ ആന്റിഡോട്ട് ഞാൻ ഭദ്രമായിട്ട് കൊണ്ടെത്തിച്ചു. ഞാൻ എത്രയും പെട്ടെന്ന് ആന്റിഡോട്ട് റെഡിയാക്കാം. സീതാറാം ഇവിടെ ഒരു തവളെ പോലെ ചാടി കളിച്ചോണ്ടിരിക്കുക. ഒന്ന് നിൽക്കടാ. ആന്റിഡോട്ട് റെഡിയായി. ഉണക്കമീന് ഇവരൊന്ന് ടൈറ്റായിട്ട് പിടിക്കടാ. അയ്യോ സീതാറാമേ, അവളെ പോലെ കിടന്ന് ചാടല്ലേടാ. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, അവരെ തടി ഉണ്ടാക്കരുതേ. ഇടി കിട്ടി മോതിര ഷേപ്പ് മാറും. പിന്നെ സോംബി ലോകത്തുള്ള ആൾക്കാർക്ക് പോലും നിങ്ങളെ കണ്ടാൽ മനസ്സിലാവില്ല. ഒന്ന് ആലോചിച്ചോ, ഇപ്പോഴും നിനക്ക് സമയമുണ്ട്. അടി ഇപ്പോഴാണോ പിന്നെയാണോ കിട്ടുന്നതെന്ന് നീ തന്നെ ആലോചിച്ച് നോക്കിയാ മതി. മോട്ടു പത്തുലു, ഞാനും നിങ്ങളുടെ പുറകെ തന്നെയുണ്ട്. പറഞ്ഞല്ലോ, മോളിന്ന് താഴേക്ക് ചാടാൻ പോലും നിനക്ക് കഴിയുന്നില്ല. മോട്ടു പത്ലുകൊണ്ടാണ് എതിർക്കാൻ പോകുന്നത്. നീ ആരുടെ ഭാഗത്താണുള്ളത്? ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ആണല്ലോ. മോട്ടു, ഞാൻ എത്തിക്കഴിഞ്ഞു. നിനക്ക് എന്റെ അടുത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. ഇവിടെ നിന്ന് പൂരവെടിക്കെട്ട് ഉണ്ടാവും.
വേഗം ഒഴിക്ക്, വേഗം ഒഴിക്ക്. എടാ ഈ ആന്റിഡോട്ടിൽ ഒരു ടേസ്റ്റും ഇല്ല. എന്തായി ചെയ്തേ? സോംബിയായി മാറിയില്ലേ? എനിക്കും ഒരു ആന്റിഡോട്ട് താടാ പത്തലു. അയ്യോ ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? അയ്യോ ഒളിക്കരുതല്ലോ. ഈ കടലിന്റെ നടുവിൽ നമ്മൾ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ജയ് ഹോ! ഘസീട്ടാരാം ഇപ്പൊ ശരിയായി. അതെ, നിങ്ങളൊന്ന് തെളിച്ച് പറയാ, എനിക്ക് എന്താ സംഭവിച്ചത്? ഘസീട്ടാരാമ ആദ്യം പോയ പേരൊക്കെ എടുക്ക, അത് കഴിഞ്ഞിട്ട് ഞാൻ നിന്നോടെല്ലാം പറഞ്ഞുതരാം. പത്തലു പോട്ട് തിരിക്കടാ. എന്റെ ദൈവമേ, രക്ഷിക്കണോ? മോട്ടു, വേഗം തിരിക്കേ. അവിടെ എത്തിയിട്ട് വേണം ആന്റിഡോട്ടിന്റെ ഫ്രൂട്ട് കണ്ടുപിടിക്കാൻ. അതേതോ പ്രത്യേകതരം മരത്തിലത്രേ ഉള്ളത്. ഒന്ന് വേഗം വന്നേ. നിനക്ക് ഇതുവരെ ഓരിയിട്ടൊന്നും മതിയായില്ലേ? ഒന്ന് നിർത്ത. ഞാൻ എന്തിനാ അങ്ങനെ ഓന്തിനെ പോലെ ഒച്ച വെച്ചതെന്ന് എനിക്കെന്നെ അറിയില്ലാട്ടാ. ഇപ്പൊ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് ആ പഴമുള്ള മരം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ചങ്ക എന്റെ ബ്രോ, ആ മരമല്ലേ മറ്റു മരങ്ങളെക്കാളും വ്യത്യസ്തമുള്ളതാണ്. ഇവിടെ ഏതൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള മരങ്ങളുണ്ടോ അതെല്ലാം ശ്രദ്ധിച്ച് നോക്കണം, മനസ്സിലായോ? അതെ അതെ, എല്ലാം ശ്രദ്ധിച്ചു നോക്കാം. എല്ലാം ശ്രദ്ധിച്ചു നോക്കുക. അയ്യോ പാമ്പ്, എന്നെ പാമ്പ് പിടിച്ചു. എന്റെ മോട്ടത് പാമ്പൊന്നല്ല, ഇത് മരത്തിന്റെ വേരാണ്. എന്റെ അമ്മോ, ഇതെന്ത് മാജിക്കാ? ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഞാനൊന്ന് നോക്കട്ടെ ഇതെന്താണെന്ന്. എടപ്പാത്തിലു, എനിക്ക് തോന്നുന്നു നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് ഇവിടെയൊക്കെ ലൈറ്റ് കത്തിച്ചിരിക്കുകയാണെന്നാ. വാ 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 പൊളിക്കടുത്തല്ലോ. വാ, എന്തൊരു കാഴ്ചയാടാ ഇത്. ഒന്ന് ശ്രദ്ധിക്കണേ മോട്ടു. മമ്മി, നമ്മൾ എങ്ങോട്ടായി വന്നിരിക്കുന്നേ? സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടോ ആ മലയ്ക്ക് മുകളിൽ എന്തോ തിളങ്ങുന്നത് പോലെ ഇല്ലേ? എനിക്ക് തോന്നുന്നു നമ്മുടെ മരം അവിടെയാണ് ഉള്ളതെന്ന്. വരൂ വരൂ. ബോക്സർ ചായക്കടക്കാരൻ ചേട്ടാ, പോയി അവന്മാരെ പിടിക്ക. ഇത്രയും സോംബിയുടെ ആൾക്കാർ പോയിട്ട് പോലും മോട്ടു പത്ലുവിനെ പിടിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഇവന്മാര് പോയിട്ട് എന്താ ചെയ്യാൻ പോണ്? എങ്കും ഞാൻ വിചാരിച്ചാൽ ഇവിടെ നിൽക്കുന്ന മരങ്ങൾ പോലും സോംബീസ് ആക്കി മാറ്റാൻ കഴിയും. നിനക്ക് കാണണോ? പോയാ മോട്ടു പത്തുലിനെ പിടിക്ക. മനുഷ്യ സോംബീസിനെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, പിന്നെയാണോ ഈ മര സോംബീസിനെ കൊണ്ട് പിടിക്കാൻ പറ്റുക? മോട്ടു പത്തുലു, ഇനിയും നിങ്ങൾ എങ്ങോട്ട് രക്ഷപ്പെട്ടു ഓടാനാണ്? നിങ്ങളെ രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. നിങ്ങളുടെ ആന്റിഡോട്ട്സ് ഒന്നും ഞാൻ അനുവദിക്കുകയുമില്ല. എന്താണോ നോക്കി നിൽക്കുന്നത്? എന്നെ ഒന്ന് പിടിച്ച് കേട്ട്. സ്വയം രക്ഷിക്കാൻ കഴിയുന്നില്ല, എന്നിട്ടാണ് നീ മോട്ടു പത്തുലിനെ പിടിക്കാൻ പോകുന്നത്? അവരെത്തിപ്പോയി. ഇത് അയാളുടെ തന്നെ ചിരിയാ. അവരെത്തിപ്പോയി. മോട്ടു, ആദ്യം നിന്റെ പുറകിലേക്കൊന്ന് നോക്ക്, മുമ്പിലേക്ക് ഓടിക്കോ. ഓടിക്കടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ആദ്യമായിട്ട് ഞാൻ മരത്തിന്റെ സോംബീസിനെ കാണുന്നതട്ടാ. നിന്റെ വർത്താനം കേട്ടാ തോന്നുന്നു നമ്മളെന്നും സോംബീസിനെ കണ്ടോണ്ടിരിക്കുകയാണെന്ന്. ഓ അല്ല, ഇവരുടെ ഹൈജമ്പ് ഒന്ന് കണ്ടില്ലേ? ഇവര് സോംബീസ് ആണോ അതോ സ്പോർട്സ്മാൻ ആണോ? രക്ഷിക്കണേ, എന്നൊന്നും ചെയ്യല്ലേ.
പത്തിലും എന്തൊക്കെ ചെയ്യ്, നമുക്ക് സോംബീസ് ആകണ്ട. ട്രീ സോംബീസിനെ വലിച്ചെറിയേ വേഗം. മോട്ടു ഞങ്ങളെ വേഗം രക്ഷിക്കേ. രക്ഷിക്കുന്നേ. എന്നെ അല്ല പിടിക്കേണ്ടത്, പോയി അവന്മാരെ പിടിക്ക്. എന്റെ അമ്മോ, they are really brave. അവരെ പോലത്തെ വീരന്മാർ, മഹാവീരന്മാർ, ബലശാലികളെ നിന്നെ കൊണ്ട് തടയാൻ കഴിയില്ല. അവർ ആന്റിഡോട്ട് ഉണ്ടാക്കി എല്ലാവരും രക്ഷിക്കാൻ പോവാണ്, എന്നെ ചേർത്ത്. എന്താണോ വിചാരിച്ചത്? അവർക്ക് എല്ലാവരും ശരിയാക്കാൻ പറ്റുന്നോ? അവർക്ക് 1000 പേരെയൊന്നും നേരാക്കാൻ പറ്റില്ല. അവരെല്ലാവരെയും കടിച്ച് സോംബിയാക്കി മാറ്റിയിരിക്കുകയാണ്. ഇവിടെ ഒരു സ്ഥലം വിടരുത്, എല്ലായിടത്തും തപ്പണം. ആന്റിഡോട്ടിന്റെ പഴം കിട്ടുന്ന മരമല്ലേ അത്, ഇവിടെ എവിടെയെങ്കിലും തന്നെ എനിക്ക് ശരിക്കും ഉണ്ടാവണം. പേടിയുണ്ടാ. പിന്നെ നിങ്ങൾ പറയുന്നോണ്ട് ഞാൻ ഒന്ന് ചെക്ക് ചെയ്യാം. മമ്മി, നിനക്ക് വല്ലതും കാണാൻ പറ്റിയോടാ? ഇതുവരെ ഒന്നും കണ്ടില്ല മോട്ടു. അല്ല, ഈ മോട്ടു ഇത് എവിടേക്കാ പോയത്? എടാ, ഈ ജട്കാ സാർ നമ്മളെ എവിടെയാടാ കൊണ്ടെത്തിച്ചേ? ഈ മരം എന്ത് മരമാ? ഇതിനെ കാണാൻ എന്തൊരു ഭംഗിയാ. അല്ല, ഇതെന്ത് പറ്റി? എന്ത് പറ്റി? ഇത് കണ്ടില്ല പത്തു, ഇതൊക്കെ മടങ്ങി പോകുമ്പോ കണ്ടില്ലേ? കിട്ടിപ്പോയി ആന്റിഡോട്ടിന്റെ മരം കിട്ടിപ്പോയി. ഇതാണ് ആ മരം, അങ്ങനെ അവസരം കിട്ടിപ്പോയി. പൊളിച്ചെടുത്തല്ലോ. ഇതിനകത്ത് ഒരു ഫ്രൂട്ട് പോലും കാണാനില്ലേട്ടാ. വരൂന്നേ, നമുക്ക് തെരഞ്ഞു നോക്കാം. അതെ ഡോക്ടർ ജട്ക, നമ്മളിവിടെ ശരിക്കും കുടുങ്ങി പോയിട്ടാ. എന്നെ പിടിക്കണട്ടാ. അയ്യോ, എടോ ഗസിറ്റാണോ, പഴം എന്റെ തലയിലൊന്നും അല്ല, അങ്ങോട്ടേക്കാണ് പോയി തെരയ്. ഒരു പക്ഷെ ഇതിനറിയായിരിക്കും. മിണ്ടാണ്ട് ഇതിന്റെ പുറകെ പോയി കണ്ടുപിടിക്കാം. ഓ, വരൂ, എന്തെങ്കിലും കഴിക്കൂ, എന്നിട്ട് സോംബിയായി മാറൂ. നിങ്ങൾക്കൊക്കെ ആന്റിഡോട്ട് ഫ്രൂട്ട് വേണം, എനിക്ക് നിങ്ങളെ വേണം. നമുക്ക് നോക്കാം ആരുടെ ആഗ്രഹമാണ് നിറവേറുന്നതെന്ന്. പത്ലു, നിങ്ങൾ പോയാ ഫ്രൂട്ട് അന്വേഷിക്ക്, ഞാൻ ഇയാളെ നോക്കിക്കോളാം. ഓക്കെ മോട്ടു, പക്ഷെ സൂക്ഷിച്ച്. അവന്റെ നഖം ഒരിക്കലും നിന്റെ മേലെ തട്ടാൻ പാടില്ല. ഡോണ്ട് വറി പത്ലു, നിങ്ങൾ പോയാ ഫ്രൂട്ട് കൊണ്ടുവന്നാ മതി. ഞാൻ വെറുതെ വിടൂല. എന്റെ അമ്മോ, ഇതല്ല ഇടിയുടെ പൂരം. കളി കാണാൻ പോത്. സുംബാലാ, വാടാ 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 വാടാ, എന്നോട് വടക്ക് കൂടാൻ വാടാ സുംബാലാ, വേഗം വരാൻ. ഈ അടി എങ്ങനെ ഉണ്ടെന്ന് പറയടാ. അടിപൊളിയല്ലേ? ഇതെങ്ങനെയുണ്ട്? എന്തെങ്കിലും കഴിക്കൂ, പിന്നെ സോംബിയായി മാറൂ. ഇപ്പൊ പറയടാ. എന്ത് പറ്റി? നിന്റെ താവടങ്ങിപ്പോയോ? അല്ല, ഈ പഴം എവിടെയാ ഉള്ളത്? മോട്ടു, ഈ മുഖത്തിന് പിന്നിൽ എന്തെങ്കിലും രഹസ്യമുണ്ടാവും. പക്ഷേ എന്തായിരിക്കും അത്? ഇത് ഇതിനകത്തേക്ക് പോകാനുള്ള വഴിയാണെന്ന് തോന്നുന്നു. ഇതെന്താ ഇത്? ഡോക്ടർ ജട്ക, ഇങ്ങോട്ട് നോക്ക്. ചേടാ, എന്റെ ചങ്കേന്റെ ബ്രോ പത്തലോ, അത് തന്നെയാണ്, അതാണ് ആന്റിഡോട്ട് ഫ്രൂട്ട്. അതെ മോട്ടു, ഫ്രൂട്ട് നമുക്ക് കിട്ടിയിട്ടാ. എന്ത്? മോട്ടു, പുറകിലേക്ക് നോക്ക്. നിന്നെ തിന്നാം, നിന്നെ സോംബിയാക്കി മാറ്റാം. ഇന്ന് പൗർണമിയാണ്.
പൗർണമി രാത്രി അവസാനിക്കുമ്പോ സൂര്യന്റെ ആദ്യത്തെ കിരണങ്ങൾ പതിക്കുമ്പോ എല്ലാവരും പെർമനന്റ് സോംബിയായി മാറും. നിങ്ങൾക്ക് സോംബി ആകണമെന്ന് അത്രയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നോ? ഇത് ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല. വെൽക്കം ടു സോംബി വേൾഡ് പത്തുലു. വരൂ, എന്തെങ്കിലും കഴിക്കൂ, സോംബിയായി മാറൂ. എന്റെ അമ്മോ, ലീഡർ സുംബാല വിജയിച്ചിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഇവരെ കൊണ്ട് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാവും നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷെ എനിക്ക് നല്ല വിശ്വാസമുണ്ടല്ലോ, നിങ്ങളെ ഇവന്മാര് ശരിക്കും പന്താടും. മനസ്സിലായോ? എന്റെ ബ്രോ, ഈ ഫ്രൂട്ടിന്റെ ഓവർ ഡോസ് കാരണം സോംബിയുടെ ജീവൻ പോലും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. മോട്ടു, ഇല്ല പത്ലു, ഇല്ല. പത്ലു, അങ്ങനെ നീ തനിച്ച് സോംബിയാകാൻ പാടില്ല. ഞാനും ഒരു സോംബിയായി മാറാൻ പോവാ. മോട്ടു, ശ്രദ്ധിച്ച് കേട്ടോ, നമ്മുടെ കയ്യിൽ കൂടുതൽ സമയമില്ല. സോംബാല, നീ എന്റെ സുഹൃത്തിനെ തല്ലിയല്ലേ? മോട്ടു, നമ്മുടെ പത്ലു സോംബിയായി മാറിയിട്ടാ. നിന്നെ കടിച്ച് ഞാൻ നിന്നെ ഒരു സോംബിയാക്കി മാറ്റി തരാം. ഇനിയിപ്പൊ നമ്മുടെ മോട്ടും സോംബിയായി മാറൂട്ടാ. അപ്പൊ നമ്മുടെ രണ്ടുപേരുടെ അവസ്ഥ അതോ ഗതി. എന്റെ കാത്തിരിപ്പിന് അവസാനമായിരിക്കുന്നു. എന്റെ ലോകത്തേക്ക് നിനക്കും സ്വാഗതം മോട്ടു. അതിപ്പോഴല്ല സുംബാല. പിടിച്ചോ, മുഴുവൻ കഴിക്കണം. മോട്ടു, ഈ ഫ്രൂട്ട് ഓവർഡോസ് ആയി കഴിഞ്ഞാൽ സുംബാലയുടെ പവർ ഇല്ലാതാകും. ചിങ്കത്തിന്റെ വായിൽ നിന്ന് ഇപ്പോഴാണ് ഒരു വാക്ക് വന്നത്. സുംബാലയുടെ പവർ പോയി കഴിഞ്ഞാൽ എല്ലാ സോംബീസും ശരിയാവോ അത്രേ. സുംബാലയും ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഫ്രൂട്ട് എങ്ങനെയെങ്കിലും അവന്റെ വായിനകത്തേക്ക് തള്ളിവിട്. അവനെ കൊണ്ട് ഇത് കഴിപ്പിക്ക. ചെല്ലേ, അവരെയും പോയി സോംബിയാക്കി മാറ്റ്. ഇനി താനും എന്റെ കൂടെ വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്തോ. അവരെ അറ്റാക്ക് ചെയ്യാനല്ല ഞാൻ നിന്നോട് പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾ എന്താണ് ഇങ്ങനെ സിഗ്നൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? എന്താണോ നമ്മളിങ്ങനെ കുടുങ്ങി പോയത്? ഇതെന്ത് ദേഹമല്ല ചൊറിയുന്നത്? അയ്യോ, എന്റെ പുറം ചൊറിയുന്നുണ്ടല്ലോ. അയ്യോ, എന്റെ ബാക്കും ചൊറിയുന്നു. മൊത്തം ചൊറിയുന്നുണ്ടല്ലോ. ഇതെന്താ സംഭവം? ഓ, അയ്യോ, എനിക്ക് വയ്യേ. ഓ, ആരെങ്കിലും ഒന്ന് ചൊറിഞ്ഞതാടാ. ഓ, അയ്യോ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ. അയ്യോ, ഞാൻ വീണ്ടും മനുഷ്യരെ മാറിയല്ലോ. അല്ല, നിങ്ങളെന്തായി കാണിക്കുന്നേ? ഞങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെയല്ലേ? ഞങ്ങളെല്ലാരും സോംബിയായി മാറിയതായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാരും ശരിയായി. അതെ മോട്ടു. അല്ല ചിങ്കം സാറേ, നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ? എന്റെ അമ്മോ, ഞാൻ ശരിക്കും ഫോമിലല്ലേ. എനിക്കെല്ലാം അറിയാന്നേ. നടക്കുന്നതൊക്കെ ഞാൻ വെറുതെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. എന്താ ചെയ്യാ, സോംബോലയുടെ ഓർഡർ എനിക്ക് അനുസരിക്കേണ്ടി വന്നു. അല്ല, അവൻ എവിടെ? ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലട്ടോ. മോട്ടു പത്ലു, നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ജീവൻ പോലും പടയാൻ പറ്റി എല്ലാവരെയും രക്ഷിച്ചു. വരൂ, നമുക്കിപ്പോ വീട്ടിലേക്ക് പോവാം. എങ്ങനെയുണ്ട്?
Watch India's largest kids library only on Jio Hotstar. Download the app now.